എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ വീഡിയോയിലെ വിഷയം ഇന്നലെ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ ഓങ്ങല്ലൂർ ഇലക്ട്രിക്കൽ സെക്ഷനിൽ നടന്ന ഒരു അപകടവുമായി ബന്ധപ്പെട്ടാണ്. അവിടുത്തെ ലൈൻമാനായിരുന്ന ശ്രീ പ്രമോദ്, 39 വയസ്സുള്ള ഇദ്ദേഹം ജോലിക്കിടെ വൈദ്യുതാഘാതമേറ്റ് മരിക്കുകയുണ്ടായി. ഈ അപകടത്തിൽ എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയുവാനായിട്ടൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എനിക്കും ഇതിനകത്ത് കേട്ടപ്പോൾ തന്നെ ഞാൻ പല അന്വേഷണങ്ങൾ നടത്തി. എൻ്റെതായ തരത്തിൽ ഞാനിത് അറിയുവാൻ ആഗ്രഹിച്ചു. പക്ഷെ പത്രത്തിൽ വന്ന ഒരു വീഴ്ച, പത്രത്തിൽ കണ്ട ഒരു വീഴ്ച, അത് കണ്ടപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഒരു വീഡിയോ തയ്യാറാക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയമെടുത്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അതിനോടൊപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലിൽ ഞാൻ വൈദ്യുതി സുരക്ഷ സംബന്ധിച്ചുള്ള ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ അറിയുമ്പോൾ തന്നെ അത് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകേണ്ട ഒരു ഇൻഫർമേഷൻ അതിനകത്തുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാനത് തയ്യാറാക്കി അവതരിപ്പിക്കാറുണ്ട്. ഇത് കൂടാതെ മിന്നൽ രക്ഷാ സംവിധാനങ്ങൾ, വീടുകളിലൊക്കെ മിന്നൽ രക്ഷ ആവശ്യമുള്ള ഒരു സമയമാണ് ഇപ്പോൾ. പിന്നെ സോളാർ സംവിധാനങ്ങൾ, മറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ്, ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുക, ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ്, നോളജ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ചാനലിൻ്റെ ലക്ഷ്യം. ദയവായി ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഈ അപകടവുമായി ബന്ധപ്പെട്ട പത്രവാർത്തകൾ ആണിപ്പോഴേ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഷോക്കേറ്റ് ലൈൻമാൻ മരിച്ചു, 2-3 ന്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് പ്രധാനമായിട്ട് എനിക്ക് എടുത്തു പറയുവാനുള്ളത്, ഇവിടേക്കുള്ള ഫ്യൂസിന് പകരം തൊട്ടടുത്തുള്ള ഫ്യൂസ് ഊരി മാറ്റി ലൈൻ നേരെയാക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല്, ട്രാൻസ്ഫോമറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സപ്ലൈ ആ പ്രദേശത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്ത് പല സർക്യൂട്ടുകളായിട്ട് പല ഫ്യൂസുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. LT ഫ്യൂസുകൾ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഒരു ഫ്യൂസ് ഇളക്കിയാൽ ഒരു പ്രദേശത്തേക്കുള്ള സപ്ലൈ പോകും. അപ്പൊ ഇവിടെ ലൈൻ പൊട്ടി വീണു, ഏതോ ഒരു ഭാഗത്തേക്കുള്ള ലൈൻ പൊട്ടി വീണു. അപ്പൊ ആ ഫ്യൂസ് ആയിരുന്നു ഇളക്കേണ്ടത്. ആ സമയത്ത് അറിയാതെ മറ്റേ ഫ്യൂസ് ആയിപ്പോയി. ഈ പൊട്ടി വീണ ഭാഗത്ത് ഈ ലൈൻമാൻ കയറുകയും അതിൽ സപ്ലൈ ഉണ്ടായിരുന്നു. ശരിക്കും വലിയൊരു വീഴ്ചയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ലൈൻ മാറി ഫ്യൂസ് ഇളക്കുക എന്നുള്ളത് വലിയ വീഴ്ച. പിന്നെ ലൈൻ എർത്ത് ചെയ്യണമെന്നാണ് KSEBയിലെ ഇപ്പോഴത്തെ നിർദ്ദേശം. അതായത് അവർ കൊടുത്തിരിക്കുന്ന സർക്കുലർ അനുസരിച്ചുള്ള ഗൈഡൻസ്, KSEBയിലെ ഡയറക്ടർ ലെവലിലുള്ള അല്ലെങ്കിൽ മുകളിലുള്ള അതിന്റെ മാനേജ്മെന്റ് കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻ അങ്ങനെയാണ്. അപ്പൊ എർത്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരുപാട് വീഴ്ചകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പൊ നമ്മള് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ നമുക്കൊന്ന് ചിന്തിക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ അപകടം നടന്നപ്പോഴേ ഇതുപോലെ ഈ അടുത്ത സമയത്തുള്ള ഒരു അപകടവും ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. മൂവാറ്റുപുഴയിലെ ജൂലൈ 2022 ജൂലൈ 18 നടന്ന ഒരു അപകടമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന, ജോലി ചെയ്തുകൊണ്ട് ഇരിക്കെ തന്നെ അല്ലെങ്കിൽ ഏകദേശം പണി തീരാറായപ്പോൾ അവിടെ ട്രാൻസ്ഫോമറിലെ സപ്ലൈ വന്നു. വലിയൊരു തെറ്റല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുക? ചില സമയത്ത് ഒരു പ്രദേശത്തെ ഒരു ട്രാൻസ്ഫോമർ ഓഫ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യേണ്ടതിന് ആ AB സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് പകരം വേറൊരു AB സ്വിച്ച് ഓഫ് ചെയ്യുക, അങ്ങനെയൊക്കെ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ അത് സംബന്ധിച്ചൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. ഇതുപോലെ അപകടങ്ങൾ സ്ഥിരം നടക്കുകയാണ്. അപ്പൊ ഈ 2017 ഒരു പത്ര റിപ്പോർട്ടാണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത്, കേരള ഇറ്റ് ഈസ് നോ സേഫ് ലൈഫ് ഫോർ ലൈൻമാൻ. ലൈൻമാൻമാർക്ക് സുരക്ഷിതമായ ഒരു സേഫ്റ്റി, സുരക്ഷിതത്വം ഈ ജോലിയിൽ കിട്ടുന്നില്ല എന്ന് കുറച്ച് സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടുമാണ്. അതിന് താഴെ കോമ്പൻസേഷന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത ഒരു കാര്യം, ലൈക്ക് ഇൻ റോഡ് മിഷാപ്സ്, കെയർലെസ്നെസ് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ ദീസ് ഡെത്ത്സ്. നമുക്കൊരു അപകടം നടന്ന് ഓരോ എക്സ്പ്ലനേഷൻസും നമുക്ക് പറയാം, അല്ലേ? റോഡ് സുരക്ഷിതത്വം അല്ലെങ്കിൽ റോഡിന്റെ സുരക്ഷത്തെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുത്താലും എത്ര പേര് ശ്രദ്ധിക്കുന്നു? അതുപോലെ തന്നെ വീഴ്ചയാണ് ഈ വൈദ്യുതി സുരക്ഷ എന്നുള്ളത്. സത്യമാണത്. കാരണം വൈദ്യുതി സുരക്ഷയെ പറ്റി നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ആൾക്കാർക്ക് അതൊന്നും കേൾക്കാൻ സമയമില്ല. ഒരു അപകടം വന്നു ഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും
ശ്രദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ അപകടം കേട്ട ഉടനെ ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നിയത്. അപ്പോൾ നമ്മൾ ഈ അപകടങ്ങളെ പറ്റി പഠിച്ച് നമ്മൾ ഭാവിയിൽ ഇത് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഞാനൊരു ലെഫ്റ്റ് സൈഡിൽ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ LT ഫ്യൂസ് എന്ന് പറഞ്ഞ സാധനം. ഇപ്പൊ ഇവിടെ 6 എണ്ണം ഉണ്ട്. 6 എണ്ണം എന്ന് പറയുമ്പോൾ ഒരു 3 ഫേസ് ആയിട്ട് തിരിക്കുകയാണെങ്കിൽ ഒരു 2 സർക്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ 2 പ്രദേശത്തേക്കുള്ളതാണ് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഒരു പ്രദേശത്തേക്കുള്ള ഫ്യൂസ് ഇളക്കേണ്ടതിന് പകരം മറ്റേത് ഇളക്കുക. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ലൈൻ മാറി ഓഫ് ചെയ്യുന്ന കേസുകൾ ധാരാളമായിട്ട് നടക്കാറുണ്ട്. ജോലി ചെയ്യേണ്ട ലൈനിൽ ഫ്യൂസ് അല്ല ഇളക്കിയത്, അതിവിടെ. പിന്നെ ലൈൻ മാറി കയറി ഷോക്ക് അടിക്കുക. ഇപ്പൊ ഒരു പ്രദേശത്ത് ഫ്യൂസ് ഇളക്കി അവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്, അതിനു പകരം മാറി അപ്പുറത്ത് വേറെ ലൈനിൽ കയറി വർക്ക് ചെയ്യുക. ഇത് സബ്സ്റ്റേഷനിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. സബ്സ്റ്റേഷനിലൊക്കെ സ്ഥിരം സംഭവിക്കുന്ന, സബ്സ്റ്റേഷനിൽ ഒരു ബേഗാണ്, 2ഓ 3ഓ ബേഗാണ്, ഓരോ സെക്ഷനെയാണ് ബേ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സെക്ഷനിൽ ഇത് ഓഫ് ചെയ്ത് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രായോഗികം, മെയിൻ്റെനൻസ് നടത്തുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അപ്പൊ ഒരു പ്രദേശത്തെ ഒരു ബേയില് മെയിൻ്റെനൻസ് നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്തോട്ട് ആള് കയറുമ്പോൾ ആൾക്കാർക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ഇത് ചാലുവായിട്ട് ഇരിക്കുന്ന ഭാഗം, അതായത് സപ്ലൈ ഉള്ള ഭാഗത്ത് ഒരു റിബൺ കെട്ടി, ചുവന്ന റിബൺ കെട്ടി തിരിക്കാറുണ്ട്. അപ്പൊ അതേപോലെ പക്ഷെ ഈ ആൾക്കാർ ഈ റിബൺ കെട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? ഇവര് ഇടയ്ക്ക് പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ അറിയാതെ ലൈൻ മാറിപ്പോയി ഷോക്ക് അടിക്കുകയും ചെയ്യും. ഇതുപോലെ നടന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ എൻക്വയറിക്കൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ മറ്റൊരു കാരണം നേരത്തെ ഞാൻ പറഞ്ഞാണ്, AB സ്വിച്ച് മാറി ഓഫ് ചെയ്ത് ഷോക്ക് അടിക്കുക. പിന്നെ ഇന്റർ ലിങ്കിങ് പോസ്റ്റ്, അതായത് ചില പോസ്റ്റുകളുണ്ട്, അതിന് 2 സൈഡിൽ നിന്ന് സപ്ലൈ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ അകത്ത് ഈ പോസ്റ്റിൽ തന്നെ കയറി സപ്ലൈ അവിടെ ഓഫ് ചെയ്തപ്പോൾ ഇവിടെ സപ്ലൈ വരില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അതിൻ്റെ അകത്ത് കയറുമ്പോൾ ഇപ്പോഴത്തെ അതിൻ്റെ അകത്ത് ഒരു സൈഡിൽ മാത്രമാണ് ഓഫ് ചെയ്തത്, ഇപ്പോഴത്തെ സൈഡിൽ സപ്ലൈ ഉണ്ട്, അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ എല്ലാത്തിനെയും അടിസ്ഥാന കാരണമായിട്ട് കാണേണ്ടത്, നമ്മൾ ഒരു ട്രാൻസ്ഫോമർ, ഇപ്പോൾ എന്തെങ്കിലും ആ ട്രാൻസ്ഫോമറിന്റെ ഒരു പേര്, ഇപ്പൊ എന്റെ വീടിന്റെ അടുത്താണെങ്കിൽ ഇവിടെ ഭഗത് സിംഗ് റോഡ് ട്രാൻസ്ഫോമർ എന്നാണ് ആ ട്രാൻസ്ഫോമറിന്റെ എന്റെ വീടിന്റെ അടുത്തിരിക്കുന്നതിന്റെ പേര്. അപ്പൊ അത് ഐഡന്റിഫിക്കേഷൻ ആണ്, അവിടെ എഴുതിയിട്ടുണ്ട്, ട്രാൻസ്ഫോമർ സ്റ്റേഷന്റെ പേര് എഴുതിയിട്ടുണ്ട്. അത് കൂടാതെ അതിൽ നിന്ന് വരുന്ന പിന്നെ ഈ പറഞ്ഞ LT ഫ്യൂസുകൾ ശരിക്കും അത് ഓരോന്നായിട്ട് തിരിച്ച് എഴുതണം. അതിൻ്റെ അകത്തൊരു ഐഡന്റിഫിക്കേഷൻ കൊടുക്കണം. ഐഡന്റിഫിക്കേഷൻ കൊടുക്കാറില്ല, അതെങ്ങും കണ്ടിട്ടുമില്ല. ഇപ്പോൾ എൻ്റെ റോഡിന്റെ പേര് സഹകരണ റോഡെന്നാണ്. അപ്പൊ സഹകരണ റോഡിലേക്ക് പോകുന്നത് ഐഡന്റിഫൈ ചെയ്യണം അവിടെ. അല്ലെങ്കിൽ കാരണം ഈ ജോലിക്കാർ, ഇവരുടെ ലൈൻമാൻമാര് ആൾക്കാർ ഇങ്ങനെ മാറി വരുന്നതാണ്. ജോലി ചിലപ്പോൾ ഒരു പ്രദേശം നോക്കുന്ന ആളായിരിക്കും നാളെ വരുന്നത്. പിന്നെ അവര് തന്നെ ഡ്യൂട്ടി ട്രാൻസ്ഫർ ആയി വരുന്നവർ കാണും. അപ്പൊ ഈ ഏരിയയെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവരായിരിക്കും പിന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിനെയും ബേസിക് പർപ്പസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലും അതിന്റെ കൃത്യമായ ഐഡന്റിഫിക്കേഷൻ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നില്ല, അതാണ് ഇതിന്റെ അകത്തൊരു വീഴ്ച. പിന്നീട് ഇതിന്റെ എവിടെ വർക്ക് ചെയ്താലും ഇതിനകത്ത് കൃത്യമായ സൂപ്പർവിഷൻ വേണം. സൂപ്പർവൈസേഴ്സ് സാധാരണ ഇവർക്ക് ഈ KSEBക്ക് ഒരു പവർ ഡെലിഗേഷൻ ഉണ്ട്. ഓരോ വർക്കിന് ഇന്ന ആൾക്കാർക്ക് ഉത്തരവാദിത്വം, വർക്ക് ചെയ്യേണ്ട ആളിന്നത്, വർക്ക് ഈ സൂപ്പർവൈസ് ചെയ്യേണ്ട ആൾക്കാരിന്നത്. പലയിടത്തും സൂപ്പർവിഷൻ ഇല്ല. ഒരു ലൈൻമാനും ചിലപ്പോൾ ഒരു വർക്കറും ആയിരിക്കും പോകുന്നത്. വർക്കർ മീൻസ് എനിക്ക് തോന്നുന്നത് ലൈൻമാന് താഴെയുള്ള ടെമ്പററി പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആകാം. അപ്പോൾ ലൈൻമാൻ താഴെ നിൽക്കും, വർക്കർ മുകളിൽ കയറും, അങ്ങനെയൊക്കെയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ അവിടെ ഒരു സൂപ്പർവൈസിങ് ഓഫീസർ അതിനകത്തില്ല, ഒരു ലൈൻമാനും വർക്കറും കൂടെ വരുമ്പോൾ. അപ്പൊ സൂപ്പർവൈസിങ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഓവർസിയർ ഉണ്ട്, സബ് എഞ്ചിനീയർ ഉണ്ട്, അല്ലെങ്കിൽ അതിന് മുകളിലായിട്ടുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ, ആ ലെവലിലേക്ക് പോകും. അപ്പോൾ ഓരോ വർക്ക് ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ച് തന്നെ ഓരോ ലെവലിലും സൂപ്പർവൈസിങ് ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം കൃത്യമായിട്ട് അത് അറ്റൻഡ് ചെയ്യണം. അതില്ലാതെ നമ്മൾ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്, ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമോ അല്ലേ? നേരത്തെ ഞാനൊരു പത്ര റിപ്പോർട്ട് ഞാൻ കാണിച്ചതുപോലെ എന്ത് നിസ്സാരമായിട്ടാണ് ഒരു ജീവിതം നഷ്ടപ്പെടുന്നത്. ഇവിടെ തന്നെ ഈ അപകടത്തില് ഫ്യൂസ് മാറിപ്പോയതുകൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടുക, ഒരു ലൈൻമാൻ മരിക്കുന്നു, ആ ലൈൻമാന്റെ കുടുംബം അനാഥമാകുന്നു. അവർക്ക് കോമ്പൻസേഷൻ കിട്ടും, അല്ലെങ്കിൽ ഒരു ഡൈ ഹാർനസിൽ ജോലി കിട്ടും. അതുകൊണ്ട് കാര്യമുണ്ടോ? ഒരു ജീവൻ പോകുന്നില്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിലത്, അതായത് ഒരു ജോലി ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ്
അന്നേരം പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ചില പോയിന്റ്സ് എഴുതിയെന്നേ ഉള്ളൂ. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. വൈദ്യുതി വിതരണം സംബന്ധിച്ചുള്ള ഓരോ ഭാഗങ്ങളിലും അവ ഏത് ഭാഗത്തേക്കാണ് വൈദ്യുതി വിതരണം നടത്തുന്നത് എന്ന് അടയാളപ്പെടുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്യൂസിലൊക്കെ അത് അടയാളപ്പെടുത്തണം. പിന്നെ സൂപ്പർവിഷൻ, ഞാൻ പറഞ്ഞ പോലെ കൃത്യമായ സൂപ്പർവിഷൻ കൊടുക്കണം. പിന്നെ എർത്തിങ്, അതിന്റെ ഒരു ഭാഗത്ത് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തിന്റെ രണ്ട് സൈഡിലും എർത്ത് ചെയ്യണം. ഇത് KSEBക്ക് നിർദ്ദേശമുള്ളതാണ്. അതിന്റെ പടവും ഞാൻ കാണിക്കാം. കാരണം എർത്ത് ചെയ്യുന്നതിന്റെ മറ്റൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, കറണ്ട് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു ജനറേറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകും, അല്ലെങ്കിൽ അവിടെ ഇൻവെർട്ടർ കാണും, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകും. അപ്പോൾ അത് വേണമെങ്കിൽ ഈ ലൈനിലേക്ക് കയറി വരാം. അപ്പൊ അതാണ് ഈ എർത്തിങ്ങിന്റെ മറ്റൊരു പർപ്പസ്. പിന്നെ ഏത് വഴിക്കും സപ്ലൈ വരുന്നതിനെ ബ്ലോക്ക് ചെയ്യുക, അതാണ് എർത്തിങ്ങിന്റെ ഉദ്ദേശം. പിന്നെ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ മറ്റ് ഫോൺ വിളികൾ ഒഴിവാക്കുക. സത്യത്തിൽ വിഷമം തോന്നുന്ന ഒരു കാര്യമുണ്ട് എനിക്ക്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അതിന്റെ AB സ്വിച്ച് മാറി ഓഫ് ചെയ്തോ അങ്ങനെ എന്തോ ആയിരുന്നു ആ വീഡിയോയുടെ ടാർഗറ്റ്. ശരിക്കും ഞാൻ വീഡിയോ ഇറക്കി കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, അവിടെ സൂപ്പർവൈസ് ചെയ്ത അല്ലെങ്കിൽ ഓഫ് ചെയ്യേണ്ട ആള് ഈ സമയങ്ങളിലൊന്നും ഇവിടെ അറ്റൻഡ് ചെയ്യുന്നില്ല, പുള്ളി ഫോണില്ല. ഇത് സ്ഥിരം നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ എന്റെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാല്, അവർക്ക് ഫോൺ ആവശ്യമുണ്ട്. കാരണം സപ്ലൈ ഓഫ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഫോൺ ആവശ്യമുണ്ട്. പക്ഷെ ഈ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയം മുതൽ ആ വർക്ക് തീരുന്ന സമയം വരെയെങ്കിലും ഈ വർക്കുമായി ബന്ധപ്പെട്ടല്ലാതെ വേറൊരു ഫോണും അവർ അറ്റൻഡ് ചെയ്യരുത്. ചിലരുടെയൊക്കെ ഫോൺ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ ജോലിക്കിടെ ഈ വരുന്ന ഫോണുകൾ ദയവായി അറ്റൻഡ് ചെയ്യാതിരിക്കുക. ആര്? ഇതിലെ സൂപ്പർവൈസിംഗ് ഓഫീസേഴ്സും വർക്ക് ചെയ്യുന്നവരും ദയവായി അറ്റൻഡ് ചെയ്യുന്നത്. ഈ വീഡിയോ കേൾക്കുന്ന KSEBയിലെ മേലുദ്യോഗസ്ഥർ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണെന്ന്. പിന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. ഹെൽമെറ്റ്, പിന്നെ ഗ്ലൗസ്, സേഫ്റ്റി ബെൽറ്റ്, ലാഡർ, ഇങ്ങനെ പലതുമുണ്ട്. ഞാനൊരു പടം കാണിക്കാം. അപ്പൊ ഇതൊക്കെ വളരെ മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ ഒരു സംശയം തോന്നുന്നത്, എന്റെ വീട്ടിലായാൽ പോലും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ പോലും ഒരു ലൈനിൽ ഒരു കമ്പിയിൽ കയറി തൊടുമ്പോഴേ നമ്മളൊരു ടെസ്റ്റർ വെച്ച് നോക്കും, ഇല്ലേ? ഈ ലൈൻമാൻമാർക്കൊക്കെ നമ്മളെ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഇവർക്ക് എന്താ പറ്റിയത്? ഇവർക്കൊക്കെ ഒരു ടെസ്റ്ററെങ്കിലും, പിന്നെ ടെസ്റ്റർ കത്തണമെങ്കിൽ ഒരു എർത്ത് പോയിന്റ് വേണം, അത് വേറെ കാര്യം. എന്തെങ്കിലും ഒരു സേഫ്റ്റി എക്യുപ്മെന്റ്, ഒരു ടെസ്റ്റിംഗ് എക്യുപ്മെന്റ് എന്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല? 11 kVയിലായാലും അവർക്ക് 11 kV ടെസ്റ്റർ ഉണ്ട്, LTയിലായാലും LT ടെസ്റ്റർ ഉണ്ട്. ഇതിൽ സപ്ലൈ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇവർക്ക് ടെസ്റ്റ് ചെയ്തുകൂടെ? അതിനുള്ള സംവിധാനവും KSEB ആലോചിക്കണം. ഇവര് മസ്റ്റായിട്ടും ഇത് അറ്റൻഡ് ചെയ്യണം. ഇതിലെ നേരത്തെ ഞാൻ പേപ്പറിൽ കാണിച്ചതുപോലെ ശരിക്കും ലൈൻമാൻമാർക്ക് അല്പം അശ്രദ്ധ കൂടുതല. ഞാൻ നേരത്തെ ഈ വാർത്ത വായിച്ചാൽ അറിയാം. ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ ചില എന്താ പറയുക, ചില മുറ്റിയ ലൈൻമാൻമാരുണ്ടല്ലോ, അവർക്ക് സപ്ലൈ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, ഓഫ് ചെയ്യാതെ അവർ വർക്ക് ചെയ്യും. പിന്നെ അവർക്ക് ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, കെയർലെസ്നെസ്സാണ്. കെയർലെസ്നെസ് എന്നല്ല അതിനെ പറയുക, ഓവർ കോൺഫിഡൻസ് എന്ന് പറയും. അവർക്ക് അമിത വിശ്വാസമാണ് അപകടം നടക്കത്തില്ല എന്നുള്ളത്. എന്നിട്ട് ആ ജീവൻ കൊണ്ട് നഷ്ടപ്പെടുത്തുകയും ചെയ്യും. വലിയ കഷ്ടമാണ്. ഇതാണ് ഇപ്പൊ പടത്തിൽ കാണുന്നതാണ് ഈ എർത്തിങ് സംവിധാനം. അതായത് നമ്മൾ ഈ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ആള് അതിലെ രണ്ട് സൈഡ് എർത്ത് ചെയ്ത് വേണം അവിടെ ജോലി ചെയ്യാൻ. അപ്പൊ ഇത് KSEB തന്നെ റിലീസ് ചെയ്ത ഒരു ഇൻഫർമേഷൻ ആണിത്. പിന്നെ ഇതാണ് സേഫ്റ്റി എക്യുപ്മെന്റ്സ്. ഇത് വിശദമായിട്ട് ഞാൻ നേരത്തെ പല വീഡിയോകളിൽ ഇത് ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഗ്ലൗസും കാര്യങ്ങളും എല്ലാം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻ വളരെ ഷോർട്ടായ ഒരു വീഡിയോ ആണ് ഞാൻ തന്നത്. അപ്പൊ ഇതിലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടട്ടെ. എവിടെയെങ്കിലും ഒക്കെ ഇത് സ്ട്രൈക്ക് ചെയ്യും. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ രക്ഷപ്പെടുന്നതോ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതോ. കാരണം എന്താണ്, ഷോക്ക് അടിച്ചു കിടക്കുന്ന ഒരാളിനെ രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ പ്രാഥമിക ശുശ്രൂഷ നൽകുക, CPR നൽകുക, ഇങ്ങനെയൊക്കെ ചില നമുക്കൊക്കെ ഓരോ ദൗത്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലേ? അപ്പോൾ അതേപോലെ ഒരു ലക്ഷ്യം ഈ വീഡിയോയിലൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളും അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് ദയവായി ഇൻഫർമേഷൻസ് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ജീവൻ രക്ഷപ്പെടട്ടെ. പിന്നെ ലൈൻമാൻമാർ മരിക്കുന്നവരുടെ കണക്ക് ഒരുപാടാകുന്നുണ്ട്. ആ വാർത്തയിൽ കാണിച്ചതുപോലെ ശ്രദ്ധിക്കണം. നമുക്ക് ഒരു ജീവനും നമുക്ക് നഷ്ടപ്പെടരുത്, ഇല്ലേ? അപ്പൊ ഈ ഇൻഫർമേഷൻ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം എൻ്റെ
യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ക്ഷമയോടെ ഇത് ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു.